പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം കടക്കുന്നു. IRGCയുടെ ഇന്റലിജൻസ് വിഭാഗം തലവൻ മേജർ ജനറൽ സയ്യിദ് മജീദ് ഖദേമി കൊല്ലപ്പെട്ടെന്നാണ് വിവരം. ടെഹ്റാനിൽ വ്യാപക ആക്രമണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. 34 പേർ കൊല്ലപ്പെട്ടു. ഷെരീഫ് സാങ്കേതിക സർവകലാശാല കെട്ടിടം തകർന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഇസ്രായേലിലെ ഹൈഫയിൽ ഇറാൻ നടത്തിയ മിസൈൽ വർഷത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു. ഗൾഫ് മേഖലയിലും ആക്രമണം ശക്തമായി. ഹോർമൂസ് തുറന്നില്ലെങ്കിൽ ഗുരുതര പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന ട്രംപിന്റെ അധിക്ഷേപ പോസ്റ്റിന് പിന്നാലെയാണ് ആക്രമണം രൂക്ഷമായത്. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് അജയ് സുധാ ബിജു ചേരുന്നു. അജയ്, അതിശക്തമായ ആക്രമണം, നിരവധി പേർ കൊല്ലപ്പെടുന്ന സാഹചര്യം, ഇപ്പോൾ എന്താണ് സ്ഥിതി? വളരെ രൂക്ഷം തന്നെയാണ് പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ. നമുക്ക് ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് വളരെ നിർണായകമായിട്ടുള്ള ഒരു വിവരം പങ്കുവയ്ക്കാനുള്ളത് IRGCയുടെ ഇന്റലിജൻസ് വിഭാഗം മേധാവിയായിട്ടുള്ള മേജർ ജനറൽ സയ്യിദ് മജീദ് ഖദേമി കൊല്ലപ്പെട്ടു എന്നുള്ള നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ്. ഈ IRGCയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ആക്രമണങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്നതിൽ ഒരു ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നു ഈ കൊല്ലപ്പെട്ടത്. തീർച്ചയായിട്ടും അവർക്ക് വലിയൊരു നഷ്ടം തന്നെയാണ് IRGCയെ സംബന്ധിച്ച് ഈ പറയുന്ന സയ്യിദ് മജീദ് ഖദേമിയുടെ ഈ കൊലപാതകം എന്ന് പറയുന്നത്. എന്നാൽ ഇത് എങ്ങനെയാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് കൂടുതൽ വിവരങ്ങൾ ഈ നിമിഷത്തിൽ ലഭ്യമായിട്ടില്ല. ഇത് അൽ ജസീറയാണ് നിലവിൽ ഖദേമി കൊല്ലപ്പെട്ടു എന്നുള്ള ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ഇസ്രായേലിൻ്റെയും അതുപോലെ US-ൻ്റെയും സംയുക്ത ആക്രമണത്തിൽ തന്നെയായിരിക്കാം ഈ ഇദ്ദേഹത്തിൻ്റെ വധം എന്ന് തന്നെയാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് രാത്രി എന്തായാലും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം കൂടുതൽ വിവരങ്ങൾ ഇതിനെ പറ്റിയിട്ട് ഷെയർ ചെയ്യും എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. എന്തായാലും ഇപ്പോൾ നിലവിൽ ആക്രമണങ്ങൾ അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. പ്രത്യേകിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം വളരെ അധിക്ഷേപകരമായിട്ടുള്ള ഒരു പോസ്റ്റ് ട്രൂത്ത് സോഷ്യൽ വഴി പങ്കുവച്ചിരുന്നു. അതിൽ അദ്ദേഹം ഇറാനിയൻ നേതാക്കളെ അദ്ദേഹം തന്തയില്ലാത്തവർ എന്നുവരെ വിശേഷിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ പോസ്റ്റ് പങ്കുവച്ചത്. അതും ഈ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് അത് എത്രയും വേഗം തുറക്കണം, അതും തെറിപ്രയോഗം വരെ അദ്ദേഹം ആ പോസ്റ്റിൽ നടത്തിയിട്ടുണ്ട്. ഒരു ലോക നേതാവിനും ചേരാത്ത തരത്തിലുള്ള ഒരു ഭാഷാ പ്രയോഗത്തിലൂടെ അദ്ദേഹം തൻ്റെ ഒരു നിരാശ മുഴുവൻ പ്രകടിപ്പിച്ചുകൊണ്ടാണ് ആ പോസ്റ്റ് ട്രൂ സോഷ്യൽ പങ്കുവച്ചത്.